ബാങ്ക് ജീവനക്കാരി മരിച്ച നിലയിൽ പിന്നാലെ പ്രതിസുതവരനും ജീവനൊടുക്കി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിസുതവധു ജീവനൊടുക്കിയതിന് പിന്നാലെ പ്രതിസുതവരനും ജീവനൊടുക്കി. കാസർഗോഡ് പൂച്ചക്കാട് കിഴക്കേക്കരയിലെ 25-കാരിയായ പി അനുശ്രീയാണ് തൻ്റെ താമസ സ്ഥലത്ത് ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പ്രസ്തുതവരനെ വീഡിയോ കോൾ വിളിച്ചതിന് ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ ഇരിട്ടി വിളമന അമ്പലത്തട്ട് ആണ്ടിയൻ വീട്ടിൽ സുധാകരന്റെ മകൻ 27-കാരനായ വി അമനിലിനെ എറണാകുളത്തെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരും ബാങ്ക് ജീവനക്കാരായിരുന്നു. വരുന്ന ഡിസംബർ 26-നായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നത്. ഗ്യാസ് ഏജൻസി ഉടമ തയ്യൽ വീട്ടിൽ കെ ചന്ദ്രന്റെയും റീനയുടെയും മകളായ അനുശ്രീ മൈസൂരിലെ SBI കുൻസൂർ ശാഖയിലെ ജീവനക്കാരിയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് കുൻസൂരിലെ വാടക വീട്ടിൽ അനുശ്രീയെ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തിയത്. അമൽ എറണാകുളത്ത് ബാങ്ക് ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. അനുശ്രീയുടെ മരണവിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടൽ മുറിയിൽ അമലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിനു മുമ്പ് ഇരുവരും തമ്മിൽ വീഡിയോ കോൾ വിളിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ മറ്റു മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമായിട്ടില്ല. അനുശ്രീയുടെ മൃതദേഹം കുൻസൂരിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ പൂച്ചക്കാട്ടെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. സംഭവത്തിൽ കർണാടക പോലീസും കേരള പോലീസും കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള അഭ്യസ്തവിദ്യരായ ഈ ചെറുപ്പക്കാർ എന്തിനാണ് ജീവനൊടുക്കിയത് എന്ന ആശങ്കയിലാണ് ഇരുവരുടെയും വീട്ടുകാരും നാട്ടുകാരും. പെട്ടെന്ന് ഇവരുടെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വിശദമായ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.